ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഉച്ച വ്ളോഗാണ് കേട്ടോ. നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം 2-3 ദിവസമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ കളിയാണ്. ഹോസ്പിറ്റലിൽ വീട് ഹോസ്പിറ്റലിൽ. അപ്പോൾ കുറവുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമും കാണിച്ചിട്ട് ഒരു കുറവുണ്ടായിരുന്നില്ല. എന്നാലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ തിരിയാണ്. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല. നൈറ്റാണ് എല്ലാതും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡോക്ടറും കൂടെ മാറി കാണിച്ചു കേട്ടോ. ഒരു സമാധാനത്തിൽ മൊത്തത്തിൽ പേടിയായി എനിക്കിത് എന്താവോ എന്നുള്ളൊരു ഐഡിയ കിട്ടണമല്ലേ. അതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. പൂച്ചിട്ടി നമുക്ക് തളയണ്ടിരിക്കണം. അത് വറക്കാനും എടുക്കാം. എന്താ ഇപ്പോൾ കറി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വയ്ക്കാം. അപ്പോൾ പൂച്ചിട്ടിയാണ് കേട്ടോ ഒട്ടുമിക്ക കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്ന. 2 ദിവസം സ്കൂളൊക്കെ ലീവായി എന്ന് പറയാനില്ല. പൂജ ഉള്ളതുകൊണ്ട്. പൂജ ആരാ? പൂജുട്ടി ആരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് വലിയ സമാധാനം. എപ്പോഴും ഹെൽപ്പ് ചെയ്താൽ അമ്മ അത് കാണുമെന്ന് വിചാരിച്ചിട്ടാവും പൂജു. എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. ചേച്ചിമാരൊക്കെ കമൻറ്റിൽ മോള് ഹെൽപ്പ് ചെയ്യാറില്ലേ എന്ന്. ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അവളാണ് ആ കിടക്കണതൊക്കെ നല്ല പോയി അലക്കിയത് തൊട്ടിൽ പോയിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതിപ്പോൾ അവിടെ മീൻ ഉണ്ടാക്കാൻ നിന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഉണ്ടാക്കാൻ പാടില്ല, ഞാൻ ചെയ്യും. നമുക്കൊന്ന് വെയ്ക്കിങ് ഈച്ച വെയ്ക്കിങ് പിന്നെ ഇപ്പം നമുക്ക് ചെയ്യാമല്ലോ. വെയ്ക്കാണ്ട് ഞാൻ ആകെ അങ്ങോട്ട് കിളിയായിപ്പോയി. 2 ദിവസമല്ല, ഇന്നലെ ആയിരുന്നു മൊത്തത്തിൽ വയ്യാതെയായത്. അതൊന്നും പറ്റണ പോലെയൊക്കെ 2 ആൾ കണ്ണൻകുട്ടിയാണെങ്കിലും അവനും ചെയ്യാറുണ്ട്, 2 ആളും ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അവരെ കൊണ്ട് ഒരുപാട് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു പാടല്ലേ. അങ്ങനെ പിന്നെ വേഗം നമുക്ക് തളയാൻ വറക്കാം. കറി എന്താ വെക്കുക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ലാത്തത്. ഇന്നലെ നമ്മൾ പരിപ്പാണ് കേട്ടോ കുത്തി കാച്ചിയത്. വൈകിട്ട് ഇന്നലെ വേഗം അങ്ങോട്ട് അതാണ് റെഡിയാക്കി. അപ്പം ഇന്ന് എന്ത് വെക്കും? ആ കൂടെ ടെൻഷനല്ല, എന്താ കറി വെക്കുകയെന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഒരു സുഖമില്ല. മൊത്തത്തിൽ ഇതൊന്ന് മാറി കിട്ടോളം. BP കുറഞ്ഞിട്ടാണ് ഇത്രയും തലയ്ക്ക് ആഞ്ചലും കാര്യങ്ങളൊക്കെ. അതൊന്ന് മാറി കിട്ടണ വരെ പാടാണ്. പിന്നെ ഞാൻ വെള്ളം കുടിക്കില്ല. ഇന്ത്യയിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. വേഗം നമുക്ക് മീനുണ്ടാക്കിയിട്ട് പരിപാടി. സത്യത്തിൽ തലേ ദിവസം വാങ്ങിയിരുന്ന മീനായിരുന്നു കേട്ടോ. നൈറ്റ് എനിക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വയ്യായിരുന്നു, ഒട്ടും വയ്ക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഞങ്ങളത് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് തളയനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് കൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടൊക്കെ അച്ഛനൊക്കെ ഈ ഒരു നമ്മുടെ പുസ്തക പൂജ സമയത്തൊക്കെ അടിപൊളി മീനുകൾ കിട്ടുമല്ലോ. ഈ സമയത്തൊക്കെ നല്ല പൊടിയുള്ള സൂപ്പർ മീനുകൾ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു കൈപ്പത്തിയുടെ വീതി ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തളയന് കേട്ടോ. ആ ഒരു തളയന് ഇങ്ങനെ പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പൊടിയാവും എന്നറിയാം. വറുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഈ തളയൻ എന്ന് പറയുമ്പോൾ അതാണ് ഓർമ്മ വരും കേട്ടോ. പക്ഷെ അന്നത്തെ ഒന്നും മീനിൻ്റെ ടേസ്റ്റൊന്നും ഇപ്പം ഇല്ല കേട്ടോ. എന്തായാലും മീനൊക്കെ അടിപൊളിയാണ്. ചീഞ്ഞതും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എല്ലാം വേഗം നേരാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചുണ്ണാമ്പ് പോലത്തെ ഒരു 100 പോലെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് നല്ലോണം വൃത്തിയാക്കി കളഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് പിന്നെ കഷ്ണാക്കേണ്ട പണിയുള്ളൂ. മറ്റുള്ള മീനുകളിലെ പല ചെതുമ്പലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ഉപ്പൊക്കെ ഇട്ട് ഒരതി കഴുകി വൃത്തിയാക്കി ഇതാ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒന്നുകൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യൂലേ. അതിപ്പോൾ ഇനിയിപ്പോൾ വയ്യായിക വരുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് അങ്ങനെ ഹോൾഡ് ചെയ്ത് പണിയെടുക്കാണ്ട് വയ്ക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് അതിനോട് പറ്റില്ല. എനിക്കൊരു വിധം വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. കുറച്ചൊക്കെ ഒരു 10-20-25 വയസ്സിലൊരു ഉടായിപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയുള്ളൊരു സമയമൊക്കെ ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ പിന്നെയും നമ്മൾ ഇരിക്കുമായിരിക്കും. ഇപ്പോഴൊക്കെ നമ്മളൊന്നും ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്ക് നമ്മൾ തന്നെ ചെയ്യും. അതിപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ വയ്യാതെ ആവുമെന്നൊന്നും നമ്മൾ ചിന്തിക്കില്ലല്ലോ. അതുപോലെ ഇപ്പം എനിക്കൊന്നും ഇങ്ങോട്ട് വയ്ക്കും എന്നുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു വിധമൊക്കെ അങ്ങോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ക്ഷീണം മാറേണ്ട ഒരുപാട് മാത്രമേ ഉള്ളൂ ഈ ഒരു തലചിറ്റലിൻ്റെ ഒരു ഹാങ് ഓവർ കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇടാം. പിന്നെന്താ ഇട്ടിട്ടുണ്ടായിരുന്ന അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വിനീഗറും കൂടെ ഇട്ടിട്ട് സുർക്കല്ലേ വിനാഗിരി എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് പൊനച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പും മുളകും ഒക്കെ അതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കറിയായിട്ട് വയ്ക്കാൻ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. നമ്മുടെ പാലക്കാടൻ കറിയാണ്. ഒട്ടുമിക്ക കറിയില്ലാത്ത സമയങ്ങളിൽ എന്താണ് ഇപ്പോൾ കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ആദ്യം വയ്ക്കുക അപ്പോൾ ഈ പറഞ്ഞ പോലെ പരിപ്പ് കുത്തി കാച്ചിയതും ഇല്ലെങ്കിൽ ഇതും ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുറേ ആയി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മറന്ന് കിടക്കുമായിരുന്നു. അപ്പോഴാണ് പൂജിറ്റി പറഞ്ഞു അമ്മമ്മയുടെ സ്പെഷ്യൽ കറിയില്ലേ അത് ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ അല്ല പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, നമ്മൾ അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചു. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച്
കുറച്ചധികം ചെറുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളക് ചതച്ചതും കൂടെയാണ്. നമുക്ക് വറ്റൽമുളക് ഇപ്പോൾ ചതച്ചിട്ടില്ല, അതിന് പകരം ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ പുളിവെള്ളമല്ലേ അത് അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഇത്ര പണിയുള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള മുളക് വറുത്തപ്പുളി എന്ന് പറയും കേട്ടോ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കതും കറികളിലൊന്നും ഇതാണ് കേട്ടോ, മുളക് വറുത്തപ്പുളി ഉണക്കമീൻ വറുത്തത്. ഭയങ്കര ഒരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മമ്മയുടെ ഒരു സ്പെഷ്യൽ ഒരു ചമ്മന്തി കൂടെ ഉണ്ട്. എൻ്റെ മക്കളെ ഉള്ളിയും ഈ പുളിയും കൂടെ ഒരു തിരുമിയിട്ടുള്ള ഭഗവാൻ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവലുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മുളക് വറുത്തുള്ളി പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ചുകൂടെ ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ല തിളച്ച് പുളി വേവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കുക. ഇപ്പുറത്ത് നമുക്ക് വേഗം മീനങ്ങോട്ട് വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ മീനൊക്കെ വറുക്കാൻ വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഇതാ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒരു ഭാഗം മൂത്ത് കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഈ തളയ മീൻ ഇവിടെ കണ്ണൻകുട്ടിക്ക് ഇഷ്ടമില്ല എന്നുള്ളത് എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ. വാങ്ങി കഴിഞ്ഞപ്പോഴാണ് അയ്യടാ ഇത് അവന് ഇഷ്ടമില്ലല്ലോ എന്നുള്ളത് എനിക്ക് പിന്നെ ഓർമ്മ വന്നത്. മുട്ടയാണെങ്കിൽ ഇരിക്കണമില്ല, എന്തെങ്കിലുമൊക്കെ സോപ്പിട്ടിട്ട് ആളെ കൊണ്ട് അങ്ങോട്ട് കഴിപ്പിക്കാൻ എനിക്ക് പിന്നെ വയ്യാത്തതും കൂടെ അല്ല. അതുകൊണ്ട് പിന്നെ എങ്ങനെയായാലും കഴിച്ചോളൂ, അഡ്ജസ്റ്റ് ചെയ്തോളൂ. അവർക്ക് അങ്ങനെ വലിയ ചാടിയോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അത് അവന് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് പിന്നെയാണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ നമ്മുടെ മുളക് വറുത്തപ്പുളിയായി, മീൻ വറുത്തതുമായി. ഇന്നത്തെ കുഞ്ഞൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. വയ്യാണ്ടാകുമ്പോൾ നമ്മൾ ഉള്ളത് വെച്ചിട്ട് കഴിക്കാം. വയ്ക്കുമ്പോൾ പിന്നെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാമല്ലോ. ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മുളക് വറുത്തപ്പുളി 2 കഷ്ണം മീനൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. കണ്ണൻകുട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും പൂജട്ടിയും കൂടെ കഴിക്കാൻ വേണ്ടി നിൽക്കണേ. ആൾക്ക് വിശന്നപ്പോൾ വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ക്ഷീണം വന്നപ്പോൾ ഒത്തിരി നേരം കിടക്കും, പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. പൂജയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ കറി. ഇത് മുളക് വറുത്തപ്പുളി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ആർക്കും അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊക്കെ പറയുമ്പോഴേ വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ യൂട്യൂബൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷം, ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നതിൻ്റെ ശേഷം എല്ലാവരും ഈ ഒരു പാലക്കാട് സ്പെഷ്യലിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും ഒട്ടുമിക്കതും അറിയണ്ടാവും. അങ്ങനെ നമ്മുടെ പൂജിറ്റിയാണ് വൈകുന്നേരം തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കണത്. ആൾ തിരുമ്പിക്കോളാന്ന് പറഞ്ഞു, ഇങ്ങോട്ട് അവിടെ ഇരുന്നോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. ഒന്ന് ഇങ്ങോട്ട് മാറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആളെന്നെ എടുത്ത് തിരുമ്പാൻ വേണ്ടി നിൽക്കുക. ഞാനൊന്നും നല്ലോണം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൽ നേരം വൈകി. അപ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ ഇവിടെ രണ്ടാളും ഉറങ്ങും കേട്ടോ. കണക്കുട്ടിയാണ് കൂടെ ഉണ്ടെങ്കിൽ അവനും ഉറങ്ങും, പൂജിറ്റിയാണ് കൂടെ ഉള്ളെങ്കിൽ അവളും ഉറങ്ങും കേട്ടോ. അങ്ങനെ ഉറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇത്തിരി ഒന്ന് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. വിളക്ക് വയ്ക്കുന്നതിൻ്റെ മുന്നേ നല്ല മഴക്കോളുണ്ട് കേട്ടോ. അത് മഴ പെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും ഒരു മഞ്ഞക്കളറുണ്ട്. ഇതുണ്ടല്ലേ നമ്മൾ നൈറ്റ് ഇങ്ങനെയൊക്കെ ആ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ കാണാൻ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോരാൻ വേണ്ടി തോന്നില്ല സത്യത്തിൽ. അങ്ങനെ ഞാൻ തിരുമണ സമയം കൊണ്ട് കുറച്ച് നേരം ഉമ്മർത്തൊക്കെ വന്നിരുന്ന ഒരു കാറ്റും വെളിച്ചൊക്കെ തട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോഴേ വലിയ പാട് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് നമ്മളൊരാളിങ്ങനെ ചെയ്യണം കാണുമ്പോൾ ഇല്ലേ എനിക്ക് കയ്യൊക്കെ കിരികിരിക്കും. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ നമുക്ക് 100 അഭിപ്രായങ്ങൾ കൂടും. നമ്മളാണെങ്കിൽ വേഗം ചെയ്ത് പോരായിരുന്നു എന്നൊക്കെ മനസ്സിൽ 10 വട്ടം വരും. എന്തായാലും അവളെന്നെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുക, അവിടെ ഇരുന്നോളൂ ഇളകാണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കുട്ടി തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യണം പോലെ തന്നെ ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴേ നമുക്ക് 3-ാമത്തെ ദിവസം വലിയ പാടാവും. അതെല്ലാം അമ്മമാർക്കും അങ്ങനെ തന്നെയാവും. അവർക്ക് അറിയാം കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ അവരെ കൊണ്ട് ഡെയിലി ചെയ്യിപ്പിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഞാനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇവളുടെയൊക്കെ പ്രായത്തിൽ എൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റേജും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ വീട്ടിലിട്ടിട്ട് തന്നെ അടിമപ്പണി ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വയ്യാതെ ആകുമ്പോൾ തന്നെ ചെയ്യിപ്പിക്കാൻ വലിയ പാടാണ്. എൻ്റെ അമ്മ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മ അവിടെ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. എന്ന് വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ മുറ പോലെ ചെയ്യിപ്പിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ് ഗൈസ്. അപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഇന്ന് പൂജിറ്റിയാണ് തിരുമ്പലും ഈ പറഞ്ഞ പോലെ ചെടി നനയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പകുതിയോളം ഉഷാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.